മെഡിറ്റേഷൻ എന്താണെന്ന് എല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് അറിയാം. 10 മിനിറ്റ് ധ്യാനിക്കുന്നു, 15 മിനിറ്റ് ധ്യാനിക്കുന്നു, 20 മിനിറ്റ് ധ്യാനിക്കുന്നു, ഓരോരോ കാറ്റഗറിയാണ്. ചിലരിപ്പോൾ ഇവിടുത്തെ സാധകരുടെ കാറ്റഗറി എടുത്താൽ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ വരെ ദിവസം ധ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ കോഴ്സൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് മെഡിറ്റേഷൻ. അതായത് ടൈം കൺട്രോൾഡ് ആണ്. സമയപരിധി ഇതിനുണ്ട്. സമയത്താൽ ഇതിനെ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. നിങ്ങളിനി 10 മണിക്കൂർ ഇരുന്നാലും പോട്ടെ, ഒരു 2 മണിക്കൂർ ഇരുന്നാൽ പോലും 2 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പുറത്തോട്ട് വരും. ഇതാണ് ധ്യാനം. നിങ്ങൾക്ക് സമയകാല ബോധമുണ്ടെന്ന് സിമ്പിളായിട്ട് പറയാം. ഇനി ഇതേ സംഭവം 2 മണിക്കൂർ എന്നുള്ളത് 20 മണിക്കൂറായി, 30 മണിക്കൂറായി, 40 മണിക്കൂറായി, ഓർ ഈവൻ 12 മണിക്കൂറായി എന്ന് വിചാരിക്കാം. ഇതാണ് സമാധി. നിങ്ങൾക്ക് സമയകാല ബോധം നഷ്ടപ്പെടുകയാണ്. സ്വന്തമായിട്ടൊരു ശരീരമുണ്ട്, ചുറ്റും ശബ്ദങ്ങളുണ്ട്, ഞാനൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്, എനിക്ക് ജീവനുണ്ട്, ഞാനൊരു മനുഷ്യനാണ്, ഞാൻ ആക്ച്വലി ധ്യാനിക്കാൻ ഇരുന്നതായിരുന്നു എന്നുള്ളത് പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. സമയത്തിൻ്റെ ബോധം നഷ്ടപ്പെടുക, കാലത്തിൻ്റെ ബോധം നഷ്ടപ്പെടുക, എന്നിട്ട് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് സമാധി. പണ്ട് നിങ്ങൾ പല സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ചില സന്യാസികളൊക്കെ ഒരുപാട് വർഷങ്ങൾ തപസ് ചെയ്തു, ഇത്ര യുഗങ്ങൾ തപസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവർ അലാം വയ്ക്കുകയല്ല. 4 യുഗങ്ങൾ കഴിഞ്ഞിട്ട് കണ്ണു തുറക്കാൻ വേണ്ടി അലാം വയ്ക്കുകയല്ല. അവരാ തപസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് അവർക്കറിയില്ല. അവരാ ഒരു സ്റ്റേറ്റിൽ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. അവർക്ക് സ്വയം പുറത്ത് വരാനും സാധിക്കില്ല. അത് തനിയെ വരണം. അവരായിട്ട് പുറത്തു വരാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ആൾക്കാർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് അവർ അത്രയും വർഷങ്ങൾ സമയത്തിൻ്റെ ബോധമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമാധിയിൽ തന്നെ 3 കാറ്റഗറീസ് ഉണ്ട്. അതിൽ സ്പെഷ്യൽ കാറ്റഗറിയാണ് ഈ പറയുന്ന ജീവസമാധി. ഞാൻ അവിടേക്ക് വരാം. അതിൽ ഒരു സമാധി എന്ന് പറയുന്നത് നിർവികൽപ്പ ആൻഡ് സവികൽപ്പ സമാധി. 2 ഉണ്ട്. നിർവികൽപ്പ സമാധി, സവികൽപ്പ സമാധി, അതിന് താഴെയുള്ള മറ്റ് സമാധികളും. ഇതൊക്കെ സമയബന്ധിതമാണ്. നിർവികൽപ്പ സമാധിയിൽ സമയബന്ധിതമല്ലാത്തൊരു കാറ്റഗറി ഉണ്ട്. അത് പോട്ടെ, മനസ്സിലാവാൻ വേണ്ടി സമയത്താൽ കൺട്രോൾ ആകപ്പെടുമ്പോൾ ധ്യാനം എങ്ങനെയാണോ കൺട്രോൾഡ് ആവുന്നത് അതുപോലെ തന്നെ ചിലർ 2 ദിവസം, 10 ദിവസം, 20 ദിവസം സമാധിയിലേക്ക് പോയിട്ട് തിരിച്ചു വരും. അവരങ്ങനെ പോവില്ല. ഇത്ര ദിവസം സമാധിയിലേക്ക് പോവും, വെള്ളം ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല, ആരോടും ഇൻ്ററാക്ഷൻ ഉണ്ടാവില്ല, ഒരു അടഞ്ഞ ഒരു സ്ഥലമായിരിക്കും, വെളിച്ചം ഉണ്ടാവില്ല, സൺലൈറ്റ് ഒന്നും ഉണ്ടാവില്ല. 20, 30, 40 ദിവസങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് പുറത്തോട്ട് വരും. ഇവിടെയും സമയമുണ്ട്. ഇത്ര സമയം കഴിഞ്ഞ് അവർ തിരിച്ച് സമാധി അവസ്ഥയിൽ നിന്നും പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി പുറത്ത് വരാത്തൊരു കാറ്റഗറി ഉണ്ട്. അതാണ് മഹാസമാധി. ഒരു പ്രാവശ്യം നിങ്ങൾ ആ സമാധിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നൊരു തിരിച്ചു വരവില്ല. പ്രപഞ്ചത്തിലേക്കോ ഈശ്വരനിലേക്കോ അവരുടെ നമ്മൾ പറയുന്ന സോഴ്സ് ഓഫ് ക്രിയേഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രഹ്മൻ, പരബ്രഹ്മം, എന്ത് വേണമെങ്കിലും വിളിക്കാം, ആ ഒരു ശക്തിയിലേക്ക് അവർ എന്നേക്കുമായിട്ട് ലയിച്ചു പോകും. ഇനി അവർ തിരിച്ചു വരില്ല. ജനനവും ഇല്ല, മരണവും ഇല്ല, ഒന്നുമില്ല. എന്നേക്കുമായിട്ട് അവർ അലിഞ്ഞ് ഇല്ലാതായി പോയി. മഹാസമാധി. ഇനി 3ാമത്തെ ഒരു കാറ്റഗറിയാണ് ജീവസമാധി, വിച്ച് ഈസ് വെരി വെരി സ്പെഷ്യൽ. ഇതിൽ യോഗി ലയിക്കുന്നുണ്ട്. ഈ പറയുന്ന ബ്രഹ്മമായിട്ട് അവരുടെ ജീവൻ, ആത്മനെ ലയിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രാണിക് എനർജി, ആത്മൻ പോകുന്നുണ്ട്, പക്ഷേ പ്രാണമയ കോശം, എനർജി ബോഡി ഇവിടെ തന്നെയുണ്ട്. ആ ശരീരത്തിൽ തന്നെ ലോക്കായി കിടക്കുന്നുണ്ട്. അതവർ ഉപേക്ഷിക്കുന്നില്ല, അതവർ ലയിപ്പിക്കുന്നില്ല. ശരീരത്തെ തന്നെ വിട്ടിട്ടാണ് അവർ പോകുന്നത്. ഇതാണ് ജീവസമാധി. മനസ്സിലാവുന്ന പോലെ പറഞ്ഞാൽ നല്ല രീതിക്ക് അവർ സമാധിയിലേക്ക് പ്രവേശിച്ച് സൂപ്പറായ എനർജി ജനറേറ്റ് ചെയ്തുകൊണ്ട് ആത്മൻ മാത്രം ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് റിലീസ് ചെയ്യും. എന്നിട്ട് മുഴുവൻ ഊർജങ്ങളും അവിടെ തന്നെ അതുപോലെ നിലനിർത്തും. ചില സമയത്ത് മെൻ്റൽ ബോഡി പോലും, അവരുടെ മനസ്സ് പോലും അവിടെ തന്നെ ഉണ്ടാവും. ഇതാണ് ജീവസമാധി. ഇതാണ് നിങ്ങൾ പൊതുവെ കേട്ടിട്ടുണ്ടാവും. റീസെൻ്റായിട്ട് അങ്ങനത്തെ ഒരു കേസ് തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇന്ന ദിവസം ഇന്ന നക്ഷത്രത്തിൽ ഇന്നൊരു പൗർണമിയിൽ ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറയും. ജീവസമാധിയിലേക്ക് പ്രവേശിക്കുകയാണെന്ന് പറയും. കറക്റ്റ് ആ സമയത്ത് തന്നെ അവർ ശരീരം ഉപേക്ഷിക്കുകയും ചെയ്യും. ഇതൊരു മിത്തല്ല. കാരണം പല സമയത്തും ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ പോലീസ് ഉണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും, നാട്ടുകാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. കാരണം ഇവരെന്തോ അപായം ചെയ്യുന്നില്ല എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസും ഡോക്ടേഴ്സൊക്കെ വരുന്നത്. അവർക്കിതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരിവിടുന്ന് എല്ലാം ചെക്ക് ചെയ്ത് ഉറപ്പിക്കും, ആൾ ഡേഞ്ചർ അല്ല, പ്രശ്നമില്ല, ആരോഗ്യത്തിന് കുഴപ്പമില്ല, ആളൊന്നും അപായപ്പെടുത്താൻ, സ്വയം ശരീരത്തിനെ വേദനിപ്പിക്കാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഡോക്ടർ കൺഫേം ചെയ്യും. എല്ലാം ഉറപ്പായി കഴിഞ്ഞ് ഇവരെല്ലാം റൂമിൽ നിന്ന് പുറത്ത് പോവും, ഡോറടയ്ക്കും. ചിലപ്പോൾ അവരുടെ മെഡിറ്റേഷൻ സ്പേസ് ആയിരിക്കും, അവരങ്ങോട്ട് പോവും. എന്നിട്ട് പറയും, ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് ഡോറ് തുറന്നാൽ മതി, ഞാൻ പോയിട്ടുണ്ടാവുമെന്ന് പറയും. ശിഷ്യന്മാർ അതുപോലെ എല്ലാവരും, ഡോക്ടേഴ്സ് വരെ വെയിറ്റ് ചെയ്യും, പോലീസും വെയിറ്റ് ചെയ്യും.
ഇത്ര സമയം കഴിഞ്ഞ് ഡോറ് തുറന്ന് പൾസ് ചെക്ക് ചെയ്താൽ ജീവൻ ഉണ്ടാവില്ല. പോലീസിന് മനസ്സിലാവില്ല, ഡോക്ടേഴ്സിന് മനസ്സിലാവില്ല, ശിഷ്യന്മാർക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം ഇതാണ് ജീവസമാധി. ഞാനിവിടെ പറയുന്നൊരു കള്ളമായ കാര്യമല്ല. കേരളത്തിന് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾക്ക് ഭാഗ്യമില്ല. വളരെ വളരെ ചുരുങ്ങിയ എൻലൈറ്റൻ ബീയിങ്സ് മാത്രമേ നമ്മൾക്ക് പണ്ട് മുതൽ ചരിത്രം എടുത്താൽ പോലും നമ്മൾക്കുള്ളൂ. ഒരു കയ്യിൽ എണ്ണാവുന്ന എണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ ആരുമില്ല, നമ്മൾക്ക് ഭാഗ്യമില്ല എന്ന് പറയാം. പക്ഷേ തമിഴ്നാട് എടുത്തു കഴിഞ്ഞാൽ സാഗരമാണ്, കർണാടക എടുത്തു കഴിഞ്ഞാൽ അതും സാഗരമാണ്, ആന്ധ്ര എടുത്തു കഴിഞ്ഞാൽ അവിടെയുണ്ട്. അവിടെ ക്ഷേത്രങ്ങളെക്കാളും, തമിഴ്നാട്ടിൽ സ്പെസിഫിക്കലി ക്ഷേത്രങ്ങളെക്കാളും ജീവസമാധികളാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അവിടേക്ക് പ്രൊസീജിയർ വളരെ കോമൺ ആണ്. പോലീസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അവിടെയൊക്കെ എല്ലാവർക്കും ശീലമായി കഴിഞ്ഞു. നൗ ദിസ് ഈസ് ജീവസമാധി. ഇങ്ങനെ ജീവസമാധി ആവുന്ന യോഗികൾ അവർക്കൊരു ആഗ്രഹത്തോടെയാണ് പോകുന്നത്. വെറുതെ ജീവസമാധി ആവുകയല്ല, അവർ ജന്മങ്ങളോളം തപസ്സിൽ നേടിയ ഊർജങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്പെടണം. അതെങ്ങനെ ലയിച്ചു പോകണ്ട, എല്ലാവരും ഉപകാരപ്പെടട്ടെ. അത് കാരണം അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടായിക്കോട്ടെ, സ്പിരിച്വലോ മെറ്റീരിയലോ എന്തോ ആയിക്കോട്ടെ, അത് കാരണം അവർക്കൊരു ഉപയോഗം സംഭവിക്കട്ടെ. ഈ ഒരു ആഗ്രഹം ഉള്ള ആളുകളാണ് ജീവസമാധിയിലേക്ക് പോവുക. അല്ലാത്തവർ ഒറ്റയടിക്ക് പോവും, അല്ലാത്തവർ ഈ എനർജികൾ ശരീരത്തിൻ്റെ ബാക്കി വയ്ക്കും. അപ്പോൾ ഡോറ് തുറന്ന് നോക്കുമ്പോൾ പത്മാസനത്തിൽ ചിന്മുദ്ര പിടിച്ച് കണ്ണടച്ച് നല്ല തേജസ്സോടെ നട്ടിൽ നിവർത്തിയിരിക്കുന്ന ഒരാളെ കാണുക. അല്ലാതെ താഴെ വീണ് കിടക്കുന്ന ആളെ അല്ല അവിടെ കാണുക. പൊതുവെ മരണപ്പെട്ട അങ്ങനെയാണല്ലോ, ഇവിടെ അങ്ങനെയല്ല. നട്ടിൽ നിവർത്തി ഒരു ആഴ്ന്ന ധ്യാനാവസ്ഥയിൽ, ആ ഒരു മെഡിറ്റേഷൻ പോസിലാണ്, പത്മാസനത്തിലാണ് യോഗികൾ എല്ലാവരും ശരീരം ഉപേക്ഷിക്കുക. ചിലർ മറ്റ് ചില ആസനം എടുക്കും, ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം പത്മാസനം. ഈ ശരീരം അവരുടെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇത് ചെയ്യുന്നത് ഈ ശരീരം എടുത്ത് ഇത്ര അടി കുഴി തോണ്ടി അതിൽ ഈ ശരീരത്തെ ഇറക്കി വെച്ച് കഴുത്ത് വരെ വിഭൂതി, കൂവളം, തുളസി, ശംഖപുഷ്പം, കർപ്പൂരം പോലുള്ള കാര്യങ്ങൾ ഒരു പർട്ടിക്കുലർ അളവിൽ നിറച്ചിട്ട് ഒരു ഇന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് മേലെ മൂടും. തലൻ്റെ മേലെ ഇതൊന്നും നിറക്കില്ല, തല വരെ മൂടും. എന്നിട്ട് അതിന് മേലെ അവർ സീൽ ചെയ്യും. കരിങ്കല്ലായിരിക്കാം, വീടോണോ, ഓരോ യോഗാപാത്തിൽ ഓരോ മെറ്റീരിയൽ ഉപയോഗിക്കാനാണ് പറയുക. മോസ്റ്റ് ഓഫ് ദ ടൈം കരിങ്കല്ലായിരിക്കും. ഇപ്പോൾ സിമെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്, വിച്ച് ഇസ് നോട്ട് റൈറ്റ്. കരിങ്കല്ലാണ് കറക്റ്റ്. അത് വെച്ച് അവർ സീൽ ചെയ്യും. ഈ യോഗിയുടെ തലയ്ക്ക് തൊട്ട് മേലെയായിട്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ശിവലിംഗം പ്ലേസ് ചെയ്യുക. ഇതെന്തിനാ ചെയ്യുന്നത്? എന്തിനാ തലയുടെ മുകളിൽ? നിങ്ങൾക്കറിയാം 7 ചക്രങ്ങളുണ്ട്, സഹസ്രാരം. ഇതിലൂടെയാണ് ആ യോഗി പുറത്തോട്ട് പോയിട്ടുണ്ടാവുക. ഓട്ടോമാറ്റിക്കലി ആ മുഴുവൻ ഊർജ്ജങ്ങളും മുകളിലെ 7ാമത്തെ ചക്രത്തിലൂടെയാണ് കണക്റ്റ് ആയിരിക്കുന്നത്. അതിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അത് ലീക്കാക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അതിനു വേണ്ടി ശിവലിംഗം പ്ലേസ് ചെയ്യും. അപ്പോൾ ഈ ഫുൾ എനർജികളും കറക്റ്റായി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ യോഗിയുടെ മുഴുവൻ ഊർജ്ജങ്ങളും ഈ ശിവലിംഗത്തിൽ ആവാഹിക്കപ്പെടും. അതിൽ ശരീരത്തിലും ലോക്കുണ്ട്. ഇത് കൂടാതെ ശിവലിംഗത്തിലും എന്നേക്കുമായിട്ട് നമ്മളൊരു പൂട്ടിട്ട് വെക്കുന്ന പോലെ അതിൽ എന്നേക്കുമായിട്ട് ലോക്കായി കിടക്കും. ഇതാണ് ജീവസമാധി. സത്യത്തിൽ ഞാനതാ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ ഇന്ന് കാണുന്ന ഫേമസ് ആയിട്ടുള്ള ശിവക്ഷേത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്കവിടെ നല്ലൊരു എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു 50-50 ചാൻസാണ് അവിടെ ശിവൻ്റെ ഊർജ്ജമായിരിക്കണമെന്നില്ല. അതായത് നമ്പൂതിരികളും പൂജകളൊക്കെ ചെയ്തുകൊണ്ട് ശിവൻ്റെ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ആ മൂർത്തിയെ അല്ല ശിവലിംഗത്തിൽ ആവാഹിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ലിംഗത്തിന് താഴെ നമ്മൾക്ക് പേര് പോലും അറിയാത്ത ഒരു മഹായോഗിയുടെ ജീവസമാധിയായിരിക്കും. ഇത് ഓപ്പണായി പറയുന്ന സ്ഥലങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ ഓൾറെഡി പറയും ഇത് ഇന്ന യോഗിയുടെ ജീവസമാധിയാണെന്ന് പറയും. ഉള്ളിക്കറി നോക്കിക്കഴിഞ്ഞാൽ ശിവലിംഗമോ കാണും. എവിടെ ആൾ യോഗിനെ കാണില്ല പറയും ചിലരൊക്കെ. ആക്ച്വലി അവർ ആ യോഗി അതിൻ്റെ താഴെ മണ്ണിനടിയിലാണുള്ളത്. ബട്ട് അതൊരു ശിവലിംഗത്തിലാണ് സ്റ്റോർ ചെയ്യുക. മെനി ടെമ്പിൾസ് പേരൊന്നും എടുത്ത് പറയുന്നില്ല, കാരണം എല്ലാ ആൾക്കാരും ഭക്തിയോടെയാണ് അങ്ങോട്ട് പോകുന്നത് അല്ലേ. ശിവനെ കാണണം, ശിവനെ അനുഭവിക്കണം, എനിക്കെൻ്റെ അപേക്ഷകൾ കൊടുക്കണം, എൻ്റെ പ്രാർത്ഥന കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മിക്ക ആളുകളും ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശിവനെ ആ ഒരു അനുഭവത്തോടെയാണ് അവർ അങ്ങോട്ട് പോകുന്നത്. അവരോട് പോയിട്ട് ഇവിടെ ശിവൻ്റെ എനർജി അല്ല, മറിച്ച് ഇവിടെ ശിവലിംഗം ഒരു ഡിവൈസ് പോലെയാണ് വർക്കാവുന്നത്. ഇതിന് താഴെ ഒരു യോഗിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവസമാധിയുണ്ട്. ഈ സമാധിയുടെ ഊർജ്ജങ്ങളാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. അതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്നതെന്ന് പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യും. ആ ഒരു ഇമോഷൻ റീസൺ കണക്കാക്കിയിട്ടാണ് പല സ്ഥലത്തും ഇത് പറയാതിരിക്കുന്നത്. മറ്റു ചില സ്ഥലത്ത് പറയാൻ മടി. അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിർത്തും. ആ അമ്പലത്തിൻ്റെ പ്രാധാന്യം കുറയും. അവിടെയുള്ള ആൾക്കാരുടെ ഒരു കൺട്രോൾ ഉണ്ടാവില്ല അമ്പലത്തിൻ്റെ മേലെ. ആ കൺട്രോളും കുറഞ്ഞു പോകും. കാരണം ഇപ്പോൾ യോഗിക്കായി ഫേമസ്. ഓക്കെ, സോ ദിസ് ഈസ് എ റിയാലിറ്റി. നിങ്ങളൊന്ന് ഇറങ്ങി അന്വേഷിച്ച് കഴിഞ്ഞാൽ
പല ക്ഷേത്രങ്ങൾ താഴെയും നമ്മൾ ഫേമസ് എന്ന് പറയുന്ന കേരളത്തിൽ പോലും ഉള്ള അമ്പലങ്ങളുടെ യാഥാർത്ഥ്യം അതിന് താഴെയുള്ളത് പേര് പോലും അറിയാത്ത ഏതോ ഒരു മഹായോഗിയുടെ ജീവസമാധിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ചോദ്യം വരും, എന്തിന് ശിവലിംഗം? പണ്ട് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ടൈറ്റിൽ എനിക്ക് തോന്നുന്നു ശിവലിംഗം എന്തിനു നിർമ്മിച്ചു, പുരാതന രഹസ്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അവിടെ തന്നെ ഉണ്ടാവും, സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതിൽ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട് ദാറ്റ് ശിവലിംഗ ഈസ് എ കണ്ടെയ്നർ. അതൊരു ലോക്കിംഗ് മെക്കാനിസമാണ്. ഇറ്റ്സ് എ യന്ത്ര, അതൊരു യന്ത്രമാണ്, അല്ലാതെ ശിവനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പലല്ല. കാരണം ഈ ലിംഗം, ശിവലിംഗം ഒരു കറക്റ്റ് ജോമെട്രിയിൽ പ്രോപ്പറായിട്ട് ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു കണ്ടെയ്നർ പോലെയാണ് വർക്കാവുക. നിങ്ങൾക്കതിൽ ഏതൊരു എനർജിയെയും ആവാഹിച്ച് കൊണ്ടിരുത്താൻ സാധിക്കും. ശിവനെ കൊണ്ടുവരാം, നാരായണനെ കൊണ്ടുവരാം, മറ്റ് ഇനി ഡയറ്റി അല്ലാത്ത പ്രപഞ്ചത്തിലെ ഏതൊരു ശക്തിയെയും ഈ ശിവലിംഗത്തിൽ ആവാഹിച്ച് എന്നേക്കുമായി ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇത് പ്രൂവ് ചെയ്യുന്ന മറ്റൊരു എവിഡൻസാണ്, നിങ്ങൾ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, കുറച്ച് ഇവിടെ ഉണ്ട് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല, അമ്പലങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ല, ബട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നൊരു ദേവത എന്ന് പറയും. ബോർഡ് കാണിക്കുമ്പോൾ ഏതൊരു ദേവതയായിരിക്കും, ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ശിവലിംഗം കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നും, ഇതെന്താ ശിവക്ഷേത്രം എന്ന് പറയാതെ ഇന്ന ദൈവത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് തോന്നും. ബിക്കോസ് അവർക്കറിയാം അത് പണ്ട് വളരെ പഴയ ഒരു ക്ഷേത്രമായിരുന്നു. സംഹൗ ദേ നോ ശിവലിംഗം എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറാണ്. ഇന്ന മൂർത്തിയുടെ വിഗ്രഹം ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല, ഇതിലേക്ക് ആവാഹിച്ചിരുത്തിയാലും അത് ആ മൂർത്തി തന്നെയാണ്, അതങ്ങനെ തന്നെ വർക്കാവും. ദാറ്റ് ഈസ് വൈ ഐ സേ ശിവലിംഗ ഈസ് എ കണ്ടെയ്നർ, ഇറ്റ്സ് എ ലോക്കിംഗ് മെക്കാനിസം. മാത്രമല്ല ഇതിൽ ഏതൊരു എനർജിയെ ആവാഹിച്ചിരുത്തിയാലും അത് വളരെ ശക്തമായിട്ട് ആംപ്ലിഫൈ ആവും, മൾട്ടിപ്ലൈ ആവും. ഇപ്പോൾ ഒരു ജീവസമാധിയുടെ കാര്യം തന്നെ എടുത്തോളൂ. ഞാൻ പറഞ്ഞു, ആ യോഗിയുടെ തലയുടെ മുകളിലായിട്ടാണ്, ആ സീൽ ചെയ്ത ഭാഗത്തായിട്ടാണ് ശിവലിംഗം വെക്കുക. അപ്പോൾ ആ യോഗിയുടെ പ്രാണിക് എനർജി ഇതിനെ റിസീവ് ചെയ്യാനും അതിനെ പുറത്തു പോവാതെ ലോക്ക് ചെയ്യാനും, ഇപ്പോൾ യോഗിയുടെ, ഞാൻ എഗെയിൻ അവരെ മെഷർമെൻറ്റിൽ ഇരുത്തുകയല്ല, മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഒരു 1,00,000% ആണെന്നുണ്ടെങ്കിൽ ശിവലിംഗത്തിലൂടെ ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത് 10 lakh ആയിരിക്കും. അതിന് അങ്ങനത്തെ ഒരു കപ്പാസിറ്റി കൂടി ഉണ്ട്, ആംപ്ലിഫൈ ചെയ്യുക. ഇപ്പോൾ സ്പീക്കറിൻ്റെ ഉപയോഗം, മൊബൈലിലൊരു വോളിയൂം ഉണ്ട് അല്ലേ, നമ്മൾ അതിനെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ കണക്ട് ചെയ്താൽ സഡൻലി വോളിയൂം ഇൻക്രീസ്ഡ്. ഇവിടെ നമ്മൾക്കൊരു ഡിവൈസ് സഹായിക്കുന്നുണ്ട്, അതേപോലത്തെ ഒരു ഡിവൈസാണ് ശിവലിംഗം. അതിന് താഴെ ഏത് യോഗിയുടെ ജീവസമാധിയാണോ അദ്ദേഹത്തിൻ്റെ പ്രാണൻ മുഴുവനും ഈ ശിവലിംഗത്തിലേക്ക് പ്രവേശിച്ച് അതിനെ ലക്ഷക്കണക്കിന് ശക്തിയോടെ ആംപ്ലിഫൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഇരട്ടിയാക്കി ചുറ്റും സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും, ചുറ്റും റേഡിയേഷൻ കൊണ്ടുവരാൻ സാധിക്കും. ആ ഒരു റേഡിയേഷനിലേക്ക്, അത് സ്പ്രെഡാവുന്ന ആ ഒരു ഇന്ന വലയത്തിലേക്ക് ആര് വന്നാലും അവർക്ക് എനർജി സ്വീകരിക്കാനും അതിനെ ഉപയോഗിക്കാനും സാധിക്കും. ഇനി ഇങ്ങനെ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ, ഇങ്ങനെയുള്ള ശിവലിംഗങ്ങൾ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം മറ്റ് ക്ഷേത്രങ്ങളുടെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡെയിലി പൂജ വേണം. ഒരാഴ്ച പൂജ ചെയ്യാതിരുന്നാൽ അതിനെ റീചാർജ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ദിവസം വേണം, എന്നിട്ടേ എല്ലാവർക്കും തുറന്നു കൊടുക്കുള്ളൂ. അതിന് ശേഷം മാത്രമേ പബ്ലിക്കിന് അത് വിസിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു പ്യൂരിഫിക്കേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റീചാർജിങ് അവിടെ ഉണ്ട്. കാരണം മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് അവിടെയുള്ള മൂർത്തികളെ ചാർജ് ചെയ്തിരിക്കുന്നത്, അവിടെയുള്ള മൂർത്തികളെ ആവാഹിച്ച് അവരവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിങ്ങൾ മന്ത്രങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ, പൂജകൾ നിർത്തിക്കഴിഞ്ഞാൽ ദെൻ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എനർജി കുറഞ്ഞു പോകും. ഈവൺ ഇപ്പോൾ പോലും എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്, ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ റീകോൺസെക്രേഷൻ അല്ലേ, കുംഭാഭിഷേകം എന്ന പേരിൽ ചെയ്യാറുണ്ട്, പ്രതിഷ്ഠാദിനം എന്ന് പറഞ്ഞ് മറ്റ് ക്ഷേത്രങ്ങൾ ചെയ്യാറുണ്ട്. ഇതിന് പിന്നിലുള്ള സയൻസ് ഇത്രയേ ഉള്ളൂ, ഇത്ര സമയം കഴിഞ്ഞാൽ അതിൻ്റെ എനർജി കുറഞ്ഞു വരും. കാരണം മന്ത്രങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇത്രയും പവർഫുള്ളായ സിസ്റ്റം അല്ല, ഓട്ടോമാറ്റിക്കലി എനർജി കുറയും. അത് കുറയാതിരിക്കാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ, എപ്പോഴും അതിനെ സ്റ്റേബിളായിട്ട് കീപ്പ് ചെയ്യാൻ എല്ലാ വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷത്തിൽ ഒരിക്കൽ അതിൻ്റെ എനർജി എങ്ങനെയാണോ അതുപോലെ നമ്മൾ അതിനെ ഇങ്ങനെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. മാത്രമല്ല ഡെയിലി പൂജ ആവശ്യമാണ്. ഒരു ദിവസം ഒന്ന് മുടങ്ങിക്കഴിഞ്ഞാൽ ആ എനർജിയിൽ പ്രശ്നം വരും, പിന്നെ നമ്മളതിനെ കറക്റ്റ് ചെയ്ത് പിന്നെയും തുടങ്ങണം. ഇതാണ് ട്രഡീഷണലി ബിൽഡ് ചെയ്യുന്ന അമ്പലങ്ങളുടെ ഒരു വലിയ കുഴപ്പം. എനർജി ഇല്ല എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് എന്തായാലും ബെനിഫിഷ്യൽ ആവും. പക്ഷേ ജീവസമാധിയുടെ ഈ പറയുന്ന ശിവക്ഷേത്രം, അങ്ങനത്തെ ഉള്ള ഒരു ശിവലിംഗത്തിൻ്റെ കാറ്റഗറി, നിങ്ങൾ അമ്പലം പണിയും പോലും വേണ്ട, സമാധി കഴിഞ്ഞ് മേലെ ശിവലിംഗം വെച്ച് പൊയ്ക്കോളൂ, അമ്പലം ഒന്നും പണിയണ്ട. ആ സ്ഥലത്തിന് ഒരു പൂജയും വേണ്ട, ഒരു വഴിപാടും വേണ്ട, ഒരു കുംഭാഭിഷേകവും വേണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട. ലോകാവസാനം വരെ അതങ്ങനെ തന്നെ വൈബ്രേറ്റ് ചെയ്യും. ശിവലിംഗം എടുത്ത് കളഞ്ഞോളൂ, എന്നാലും അതങ്ങനെ തന്നെ വൈബ്രേറ്റ് ചെയ്യും. ഇതാണ് ജീവസമാധിയുടെ പവർ.
ഓക്കെ, അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നവർ, പെട്ടെന്ന് അവർക്ക് മുക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ധ്യാനം ഇനിയും ആഴത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്നവർ വളരെ ശക്തിയേറിയ ഫേമസ് ആയ ജീവസമാധികളിലേക്കാണ് പോവുക. അവിടെ പോയാലും ശിവലിംഗം തന്നെ കാണാൻ പറ്റുക, പക്ഷെ അവിടെ ഉള്ളത് യോഗിയാണ്. ഇപ്പോൾ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിഗ്മ ഇല്ല, ഉള്ളതുപോലെ പറയും. ഒരു ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഇത് ഇന്ന യോഗിയുടെ ജീവസമാധിയാണ് പറയും. അവരുടെ ഫോട്ടോ ഉണ്ടാവും. റീസെൻ്റായിട്ട് പോയവരാണെങ്കിൽ ഫോട്ടോ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മേലെ അതിൻ്റെ പ്രതിഭയുണ്ടാവും. ഇനി ഫോട്ടോ ഇല്ലെങ്കിൽ പെയിൻറ്റിങ് ഉണ്ടാവും. കാര്യം പറയും, ഇന്ന യോഗിയുടെ ജീവസമാധിയാണ് ഇതിന് താഴെയുള്ളത് എന്ന് പറയും. അല്ലെങ്കിൽ ശിവലിംഗം കാണിച്ചിട്ട് പറയും ഇത് ഇന്നൊരു യോഗിയുടെ ജീവസമാധിയാണ്. ഇത്തരം സമാധികളിൽ പോയി ധ്യാനിക്കുന്നതും ഇവിടെ നിങ്ങളെ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നതും ഇവിടെ ആത്മാർത്ഥമായിട്ടൊരു സങ്കല്പം എടുത്തുകൊണ്ട് ഒരു ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ വർക്കാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഫോർ മീ ഈവൻ പേഴ്സണലി പല സമയത്തും നമ്മൾക്കൊരു അസിസ്റ്റൻസ് വേണം. ജീവിതത്തിൽ ഏറ്റവും റയറായ സന്ദർഭങ്ങളാണ് ഇതൊക്കെ. അസിസ്റ്റൻസ് വേണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഒരിക്കലും പോകുന്നത് ഒരു ഡയറ്റയുടെ അടുത്തല്ല, ഒരു അമ്പലത്തിലേക്കല്ല, ജീവസമാധിയിലേക്കാണ്. ആരുടെ എന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ബട്ട് ഡീപ്പ് കണക്ഷനുള്ള ചില യോഗികളുടെ ജീവസമാധിയിലേക്കാണ് പോവുക. അവർ തരുന്ന ഉപദേശം, അവർ പകർന്നു തരുന്ന ഊർജം, അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഗൈഡൻസ് അത് വലുതായിരിക്കും. അതേ ആ യോഗി ഇപ്പം ഇല്ല, സംസാരമില്ല, ഒന്നുമില്ല, പക്ഷെ ഗൈഡൻസ് കിട്ടും. അത് ആ ഒരു ജീവസമാധിയായി അത്രയും ഡീപ്പായിട്ട് കണക്ഷനുള്ള ഒരു സാധാരണ മനുഷ്യനെ പോലും, ധ്യാനം എന്താണെന്ന് പോലും അറിയാത്തവനെ പോലും ഞാൻ ഈ പറയുന്നത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും. അവർക്ക് ജീവിതത്തിലെ എല്ലാ സിറ്റുവേഷനിലും സംരക്ഷണവും ഉണ്ടാവും, ഗൈഡൻസും ഉണ്ടാവും. അതാണ് ജീവസമാധികളുടെ പ്രത്യേകത. ഇതാണ് അതിൻ്റെ പവർ. ഇനി എങ്ങനെ ആക്സസ് ചെയ്യണം? വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരക്ഷരം പ്രാർത്ഥിക്കരുത്. നല്ലൊരു സമാധി പ്ലേസ് കണ്ടുപിടിക്കുക. അടുത്തുണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക, ഇല്ലെങ്കിൽ അടുത്തുള്ള നല്ലൊരു യോഗിയുടെ ജീവസമാധി കണ്ടുപിടിക്കുക. നല്ല യോഗി എന്ന് പറയാൻ ഞാൻ ആ യോഗികളെ പല കാറ്റഗറിയായി തിരിച്ച് വലുത് ചെറുത് എന്ന് പറയല്ല. കുറച്ച് ഫേമസ് ആകുമ്പോൾ അതനുസരിച്ച് അവിടെ ശിഷ്യന്മാർക്ക് ബോധം ഉണ്ടാവും, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അവർക്കൊരു ഐഡിയ ഉണ്ടാവും. ഫേമസ് അല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ അത്ര ഉണ്ടാവില്ല, കുറവായിരിക്കും. ഓട്ടോമാറ്റിക്കലി അവർക്കവിടെ ഏത് യോഗിയാണ്, എന്താണ് പ്രൊസീജിയർ, നിങ്ങൾ എങ്ങനെയാണ് എനർജി ആവാഹിക്കേണ്ടതെന്ന് പറഞ്ഞുതരാൻ അറിയില്ല. മിക്കവിടെ സൈലൻ്റായിപ്പോൾ ഇരുന്നാൽ മതി. എന്നാലും കുറച്ചൊന്ന് അറിയപ്പെടുന്ന ശിഷ്യന്മാർ ഇപ്പോഴും ഗുരുപൂജ എല്ലാ വർഷവും ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇനിയും നന്നായിട്ട് എനർജി അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ ഇത് കണ്ടുപിടിക്കുക, അങ്ങോട്ട് പോവുക. ധ്യാനിക്കാൻ അറിയുമെങ്കിൽ നിങ്ങൾ ധ്യാനിക്കുന്ന അതേ സമയം ധ്യാനം അവിടെ ചെയ്യാം. വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും. 10 മിനിറ്റ് അവിടെ പോയി ധ്യാനിക്കൂ. 10 മിനിറ്റ് അല്ല, നിങ്ങൾ ഒരുപാട് നേരം ഇരിക്കും. 30 മിനിറ്റ് പോയി ഇരിക്കൂ. 30 അല്ല, 1 മണിക്കൂർ പോവും, 2 മണിക്കൂർ ഇരിക്കൂ, 3-4 മണിക്കൂർ പോവും. സമയം പോകുന്ന അറിയില്ല. മാത്രമല്ല, നിങ്ങളവിടെ വിസിറ്റ് ചെയ്ത അടുത്ത നിമിഷം മുതൽ ജീവിതത്തിൽ പല മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇവർ നിങ്ങളെ പരീക്ഷിക്കില്ല, അത് ഞാൻ ഗ്യാരണ്ടി തരാം. ഒരിക്കലും ഇവർ നിങ്ങളെ പരീക്ഷിക്കില്ല, ഇവർ നിങ്ങളെ ഉപദ്രവിക്കില്ല. പല പാഠങ്ങൾ പഠിക്കുക, ഈ മെച്യൂരിറ്റി വാ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പല കഷ്ടമായ വെല്ലുവിളികൾ ഒരിക്കലും ഇവരെടുത്ത് തരില്ല. ഇവർ നല്ല സ്നേഹമുള്ളവരാണ്. യോഗികൾ എന്ന് പറയുമ്പോൾ തന്നെ ദേ ആർ വെരി കമ്പാഷനേറ്റ്. എല്ലാവരും അല്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം അവർ നല്ല കമ്പാഷനേറ്റ് ആണ്. നിങ്ങളെ പല വെല്ലുവിളികൾ തന്ന് പഠിപ്പിക്കാനൊന്നും നിൽക്കില്ല. പകരം നിങ്ങളുടെ ആവശ്യം കറക്റ്റാണെങ്കിൽ, നിങ്ങളതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അവർ പകർന്നു തരും. വെയിറ്റ് ചെയ്ത് പരീക്ഷിച്ച് അങ്ങനെയൊന്നും അവർ നിൽക്കില്ല. സോ ആക്സസ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി മനസ്സ് തുറന്ന് അവിടെ പോയി പ്രാർത്ഥനകളില്ലാതെ സൈലൻ്റായിട്ട് ഏറ്റവും ചുരുങ്ങിയത് 10 അല്ലെങ്കിൽ 30 മിനിറ്റെങ്കിലും സൈലൻ്റായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യുക. ധ്യാനിക്കാൻ അറിയാത്തവരാണെങ്കിൽ കണ്ണടച്ച് എവിടെയെങ്കിലും ചാരിയിരിക്കുക. നിങ്ങൾ അവിടെ വേണം. ആ ശിവലിംഗത്തിൻ്റെ ഇത്ര റേഡിയസിനുള്ളിൽ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അതും ചുരുങ്ങിയത് 30 മിനിറ്റ്, മാക്സിമം എല്ലാ ദിവസവും പോകാൻ പറ്റുകയാണെങ്കിൽ പോവുക. അതിനേക്കാളും വലിയൊരു ഗൈഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കില്ല. ഈശ്വരനേക്കാളും ഒരു പടി മുകളിലാണ് ഇവർ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് കോംപ്ലക്സ് ആയ ടോപ്പിക്കാണ്. ഒരു വാണിംഗ് കൂടെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. പല ആളുകളും ഇന്നത്തെ കാലത്ത് ഞാൻ സമാധിയാവാൻ പോകുന്നു, ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഞാൻ ഇത്ര ദിവസം സമാധി ഇരിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമാധി പ്ലേസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു തെറ്റാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് സെമിനാർ എടുക്കുന്ന ആളുകളുടെ അടുത്തല്ല ഞാൻ പോകാൻ പറഞ്ഞത്. സമാധി ആയിക്കഴിഞ്ഞവർ, ഭൂമിൻ്റെ അടിയിലുള്ളവരില്ലേ, അവരെ വിശ്വസിച്ചാൽ മതി. ഇങ്ങനെ തള്ളുന്ന, പ്രസംഗിക്കുന്ന, ഞാൻ ഇത്ര ദിവസം ഇത്ര മണിക്കൂർ സമാധി ഇരുന്നിട്ടുണ്ട്, എനിക്കിരിക്കാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ താങ്കളൊന്ന് ഇരുന്ന് കാണിക്കൂ എന്ന് പറഞ്ഞാൽ മതി. പ്രസംഗിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളൊന്നും ചെയ്യരുത്. ഓൾറെഡി സമാധിയായി ഒരുപാട്
പതിറ്റാണ്ടുകളായി ഭൂമിൻ്റെ അടിയിൽ ജീവസമാധിയിലിരിക്കുന്ന, അതിൻ്റെ മേലെ പ്രോപ്പറായി ശിവലിംഗം എസ്റ്റാബ്ലിഷ് ചെയ്ത് വർഷാവർഷം ഗുരുപൂജ നടക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ പോവുക. ഇത്തരം തെറ്റായ സ്കാമറുകളുടെ ഇടയിൽ, ഈ തള്ളിമറിക്കുന്ന മനുഷ്യന്മാരുടെ കയ്യിൽ പോയി പെടരുത്. യോഗികളുടെ വലയത്തിൽ പോയി അഭയം പ്രാപിക്കുക.